അങ്ങനെ നമ്മുടെ ഡാൻസിങ് ഗണേശ പെയിൻറ്റിങ്ങിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബ്ലാക്ക് ഔട്ട്ലൈൻ സ്റ്റേജാണ്. ബ്ലാക്ക് ഔട്ട്ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്ന കളർ ഇത് തന്നെയാണ്, ബ്ലാക്ക് തന്നെയാണ്. ബ്ലാക്ക് ആക്രിലിക് കളറും ഇതുപോലെ ഈ ബോട്ടിലിൽ കിട്ടുന്ന ക്യാമലിൻ്റെ ആക്രിലിക് കളറും മിക്സ് ചെയ്തിട്ടാണ്. അതെങ്ങനെയാണ് മിക്സ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മളപ്പോൾ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് ഒരു ഡ്രോപ്പ് ഇതിലിട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ആക്രിലിക് പെയിൻറ്റും ഒരു ഡ്രോപ്പ്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഒരുപാടങ്ങ് ഡൈല്യൂട്ട് ചെയ്ത് പോകാൻ പാടില്ല. എന്തുകൊണ്ട് വെച്ചാൽ നമുക്ക് ഔട്ട്ലൈനാണ് വരക്കേണ്ടത്, ഷെയ്ഡിങ് ഒന്നും ചെയ്യേണ്ടതല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ഫ്ലോയി കൺസിസ്റ്റൻസി മാത്രമേ വേണ്ടൂ, ഒരുപാട് ലൂസാക്കാൻ പാടില്ല. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ബ്രഷ് ജെയ്നേൻ്റെ 00 ആണ്. 00 ലോങ് ഹെയർ ബ്രഷാണ്. അപ്പോൾ 000 യൂസ് ചെയ്യാം, 00 യൂസ് ചെയ്യാം ലോങ് ഹെയർ. ഇനി ലോങ് ഹെയർ ഇല്ല എന്നുണ്ടെങ്കിൽ ഷോർട്ട് ഹെയർ യൂസ് ചെയ്യാം. ഇതുപോലെ ലൈൻസ് വരച്ചു കൊടുക്കുക. മാക്സിമം നമ്മൾ കൈ എടുക്കാതെ തന്നെ ലൈൻസ് വരക്കാൻ ശ്രമിക്കുക. നമ്മളിങ്ങനെ നിർത്തി വരക്കുമ്പോൾ ബ്രഷ് ഇങ്ങനെ സ്റ്റോപ്പായ പോലെ ഉണ്ടാവും ലൈൻസ്. അപ്പോൾ അത് സ്റ്റോപ്പ് ആവാതെ രീതിയിൽ ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ വരക്കാൻ മാക്സിമം ശ്രമിക്കുക. അത് ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ. നമ്മളിതിൻ്റെ ഇടയിൽ വൈറ്റ് വിട്ടിട്ടുണ്ടല്ലോ, അവിടെ ഇതുപോലെ ചെറിയ ചെറിയ ഡാഷസ് ലൈൻസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മളിതുപോലെ വിട്ട എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ചെറിയ 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 ലൈൻസ് ഇതുപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ കിരീടം വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിരീടത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരച്ചു കഴിഞ്ഞു. ഇവിടെ വൈറ്റ് വിട്ടത് നമ്മൾ ഡോട്ട്സ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ഇവിടെയൊക്കെ വൈറ്റ് വിട്ട ഭാഗങ്ങളിൽ ഡോട്ട്സ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്ത ഡീറ്റെയിലിംഗ് ഒന്നും നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്നില്ല. മെയിനായിട്ടുള്ള പോർഷൻസ് മാത്രം ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ചെവിപ്പൂവും ഫേസും ചെയ്യാം. കണ്ണിന് കുറച്ചും കൂടെ ഭംഗി കൂട്ടാൻ ഇതുപോലെ വൈറ്റ് എടുത്തിട്ട് ചെറിയൊരു ലൈറ്റ് പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ണിന്. അപ്പോൾ നമ്മൾ കണ്ണും വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. കണ്ണിൽ വൈറ്റ് സ്പോട്ട്സ് ഒക്കെ ഇട്ട് നല്ല ലൈറ്റ് വരുന്ന പോലെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫേസ് കംപ്ലീറ്റ് ആയി. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടെ കംപ്ലീറ്റ് ചെയ്യാം. ഇതിൻ്റെ മേലെ ലൈൻസ് വരച്ചു കൊടുത്തിട്ടില്ലേ, റെഡ് കൊണ്ടും ഗ്രീൻ കൊണ്ടും. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ തന്നെ വീണ്ടും ലൈൻസ് വരച്ചു കൊടുക്കണം ബ്ലാക്ക് കൊണ്ടും. ഇനി വൈറ്റ് വിട്ട സ്ഥലത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനത്തെ ലൈൻസ് ഇട്ട് കൊടുക്കുക ബ്ലാക്ക്. ഓക്കെ, ഇനി കൈ മറ്റേ സൈഡ് വരച്ച പോലെ തന്നെ വീണ്ടും ഇതും വരക്കുക. അപ്പോൾ നമ്മൾ ബാക്കിലത്തെ രണ്ട് കൈയും കയ്യിലുള്ള രണ്ട് ആയുധങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
ഇവിടേക്ക് ഇപ്പോൾ ഞാൻ ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ 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 ലൈൻസ് ആയിട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത്. വേവി ആയിട്ടുള്ള ഇങ്ങനത്തെ ഹെയറാണ് വരക്കുന്നത്. എന്താ ഇതുപോലത്തെ ലൈൻസ് ആയിട്ടാണ് മുടി ചെയ്യുക നമ്മൾ. ഇനി നമ്മൾ വരക്കാൻ പോകുന്നത് പൂമാലേൻ്റെ ബ്ലാക്ക് ഔട്ട്ലൈനാണ്. നമ്മൾ ഗണപതിൻ്റെ അപ്പർ പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫേസ്, കൈകൾ, അതുപോലെ പൂമാല, ഓർണമെൻറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഔട്ട്ലൈൻ വരച്ചിട്ട് മുടിയൊക്കെ കാണിച്ചു എങ്ങനെയാണ് വരക്കേണ്ടതെന്ന്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലോവർ പോർഷനാണ്. ലോവർ പോർഷനും എലിയും നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.